ലോജേസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 87ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് പതിവ് പോലെ ബിഗ് ബോസ് പാർട്ട് 2 എല്ലാവരും ഡാൻസ് കളിച്ച് ഇന്ന് വലിയ സംഭവം നടന്ന ആദിലയും ഡാൻസ് കളിച്ചു എന്നുള്ളത്. കാരണം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പം അതിൽ ഡാൻസ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ടാണ് വെളിയിലിറങ്ങി ഡാൻസ് കളിച്ച് എല്ലാവരും അകത്ത് നിന്നാണ് ഡാൻസ് കളിച്ചത്. സുപ്രഭാതം ഒന്നും കേട്ടില്ല. എന്നാൽ രണ്ടു ദിവസം കൊണ്ട് സുപ്രഭാതം കേൾക്കുന്നില്ല. എന്ത് പറ്റിയോ എന്തോ, അനീഷ് സുപ്രഭാതം എന്നൊക്കെ മാറിയോ? പിന്നെ കാണിക്കുന്നത് നെവിൻ, നൂറ, ആദില. നെവിൻ പറയാണ് ഇവരോട് എന്നെ ഈ ആഴ്ച ഒറ്റപ്പെടുത്തണം. നെവിൻ കുറേ കാര്യങ്ങളുണ്ട്, കുറെ വട്ട് കാര്യങ്ങൾ നെവിൻ പറയും. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പിന്നെ പറയുന്നുണ്ട്, എന്നോ സാബു പറഞ്ഞത് ഈ ഗ്യാങ്ങിനെ തകർക്കണോന്ന്. ഏത് ഗ്യാങ്ങിനെയാണോ എന്തോ, 2 ഗ്യാങ് ഉണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞ് കുറെ കളിയാക്കുന്നുണ്ട്. വെറുതെ ആ സാവുമൻ അങ്ങോട്ട് പോയതാ, വെറുതെ ചൊറിയുക. സാവുമനോട് പറയാണ്, നിനക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ? എന്താ ചെയ്യുക? സാബുമോൻ അങ്ങ് കാരണം ഈ സാബുമോനെ ഇങ്ങനെ കയറി പിടിക്കുക. അപ്പൊ സാബുമോനാണ് അങ്ങ് ദേഷ്യം വരും. അപ്പൊ സാബുമോന് ചിലപ്പോഴൊക്കെ പറയുമ്പോഴത്തേന് ഈ സെന്റൻസ് കറക്റ്റായിട്ടൊക്കെ പറയാൻ പറ്റത്തില്ല. കൂടുതൽ പുള്ളിക്കാരൻ്റെ എത്തിക്സിനൊക്കെ വില കൊടുക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനെ കുറെ അതിരുവിട്ട് കാര്യങ്ങളൊന്നും പറയാൻ സാബുമോൻ അറിയത്തില്ല. സാബുമോൻ പറയാൻ, ഞാൻ പുറത്തിറങ്ങട്ടെ, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇന്ന ചെയ്യുമെന്നല്ല. ഈ നെവിൻ എന്ത് പറ്റിയോന്നോ ഒരു പിടിയില്ല. നെവിനാണെങ്കിൽ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരാളാണ് നെവിൻ. അത് തന്നെ പൈസ എടുക്കല്ലേ, പൈസ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പൈസ കടന്നങ്ങ് പറക്കുക, ഓടിച്ചപ്പം. അതുപോലെ നെവിൻ എന്താ കാണിച്ചു കൂട്ടുന്ന ഒരു പിടിയില്ല. അവർ എൻ്റെ അണപ്പല്ലടിച്ച് തകർക്ക്, അപ്പോൾ സാബുമാൻ എവിക്റ്റഡ് എന്ന് അനൗൺസ് ചെയ്യുമെന്ന് നെവിൻ പറയുക. അപ്പോഴാണ് KP നമ്പൂതിരി ആയുർവേദ ടൂത്ത് പേസ്റ്റിൻ്റെ കോൺടെസ്റ്റ് നടക്കുന്നത്. നല്ലതായിട്ട് പല്ലുകൾ സംരക്ഷിക്കുന്ന ആള്, അതിലെല്ലാവരും പറഞ്ഞത് സാബുമാൻ്റെ പേരാണ്. സാബുമാൻ എപ്പോഴും പല്ല് തേക്കും. അതുപോലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല. എന്തെങ്കിലും കൊടുത്താൽ തന്നെ പറയുമെന്ന്, ഞാൻ പല്ല് തേച്ച് പോയി, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. സാബുമാൻ പറഞ്ഞത് നൂറയാണ്, നൂറയുടെ പവർഫുൾ സ്മൈലാണെന്നാണ്. പിന്നെ അങ്ങോട്ട് ചോറ് വിളമ്പുന്നതിൻ്റെ പ്രശ്നം കിച്ചണിൽ. നമ്മൾ ഇന്നലെ വളരെ സമാധാനപരമായ ഒരു കിച്ചണാണ് കണ്ടത്. അനുമോള് പിന്നെയും കിച്ചൺ അടക്കി ഭരണം തുടങ്ങി. അനുമോള് ഈ കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്മ പരിവേഷമാണ്. അപ്പം അനു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ്, ഈ ചോറ് വിളമ്പുന്ന ടൈമിൽ കുറച്ച് കറിയൊക്കെ മാറ്റി വെക്കും. അമ്മമാരങ്ങനല്ലേ, കുറച്ച് കറിയൊക്കെ മാറ്റി വെക്കത്തത്. അതുകൊണ്ട് അനുമോള് മാറ്റി വെച്ചു. അപ്പം അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തില്ലെന്നോ, അനീഷിന് മുട്ട കൊടുത്തെന്നോ, സാബുമോന് കുറച്ച് കൊടുത്തെന്നോ, അയ്യോ ഭയങ്കര പ്രശ്നം. അപ്പം ഇന്നലെ വരെ ഈ ആദിലയും നൂറയും അനുമോളും ഭയങ്കര കൂട്ടല്ലായിരുന്നു. അയ്യോ കൂട്ടെന്ന് പറഞ്ഞാൽ കൂട്ടെന്ന് പറയാത്ത രഹസ്യങ്ങളൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഇവർ മൂന്നും കൂടെ ചേർന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ അത്രയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയത്. ക്യാപ്റ്റൻസിയൊക്കെ മാനിക്കാതെയും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെയും ഇവർ ഡ്യൂട്ടി ചെയ്യാതെയും വെസൽ കഴുകാതെയും ഫ്ലോർ വൃത്തിയാക്കാതെയും ബാത്റൂം വൃത്തിയാക്കാതൊക്കെ കഴിഞ്ഞ ആഴ്ച അപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പോൾ വന്നപ്പോഴത്തേന് അവർ എല്ലാവരോടും അങ്ങ് പിണങ്ങി, ഭയങ്കര പിണക്കം. അപ്പം ആദില അനുമോളെ വിളിക്കാൻ കെട്ടില്ലമ്മ ചമയാൻ വന്നിരിക്കുന്നു. നീ അങ്ങ് ഉണ്ടാക്കുക നാളെ മുതൽ, അനു പറയാണ്. എന്നാ നീ ഇറങ്ങിപ്പോ, ആദില പറയുന്നു. ഊഞ്ഞാലിൽ പോയിരിക്കും അനു. ഈ അനുമോക്ക് പിണങ്ങുമ്പോൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന ഒന്ന് ഊഞ്ഞാലിൽ പോയിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അക്ബറിനോട് പറയുന്ന ക്ലോസറ്റിൽ പോയിരിക്കും. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്തുവാണ്. അപ്പൊ അക്ബർ ഇതെങ്ങനെ ചോറ് ബാക്കി വന്നു? അപ്പൊ കുറെ ചോറ് ബാക്കി വന്നു. ഈ കഴിഞ്ഞ ആഴ്ചയില് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ചോറ് ബാക്കി വന്നെന്നൊക്കെ പറഞ്ഞ് അനു പൊക്കി പിടിച്ചോണ്ട് വന്നല്ലോ. ലാലേട്ടൻ ചോദിച്ച ചോദ്യം വേറെയാണ്. അനു പറഞ്ഞത് പാത്രം കഴുകുന്നില്ല, പാത്രം കഴിയില്ല. പക്ഷെ അവിടെ പാത്രമല്ല ഇരിക്കുന്നത്, കുറെ അല്ലാത്ത കുക്ക് ചെയ്ത പാത്രങ്ങളാണ്. അപ്പം പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത് പോയി നോക്ക്. പക്ഷെ പുള്ളി അവിടെ അല്ല നോക്കുന്നത്, പുള്ളി അപ്പുറത്ത് ഇവർ അടച്ചു വെച്ചിരിക്കുന്ന കുറെ ചോറില്ലേ, അതാണ് എടുത്തോണ്ട് വരുന്നത്. ആ പാത്രത്തോടെ എടുത്തു. അപ്പൊ ഇത് വിചാരിച്ചിട്ട് അക്ബറും പറയുന്നുണ്ട്, ഇതെങ്ങനെ ചോറ് ബാക്കി വന്നു? കാരണം കുറെ ചോറ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പം അനുമോളാണെങ്കിൽ സാബുമോന്റെ പേര് പറയുന്നു, ആദിലിന്റെ പേര്. അപ്പൊ ആഹപ്പാടെ ബഹളം. അനുമോള് പറയണേ, എനിക്ക് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ വയ്യ. അനുമോള് കിച്ചണിൽ കയറുന്നു. അപ്പോഴൊക്കെ ഒരു വഴക്കുണ്ട്. വഴക്ക് മീൻസ് ഈ വിളമ്പുന്നതിന്റെ വഴക്കാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര ഒരു വീട്ടമ്മ പോലെ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കും. അപ്പം കുറച്ച് പുള്ളി മാറ്റി വെക്കും. അപ്പം എപ്പോഴും ഈ വിളമ്പുന്ന ടൈമിൽ വഴക്കുണ്ടാകുന്നത് ഷാനവാസാണ്. ഷാനവാസിന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വഴക്കുണ്ടാക്കും. അതിലെ അനുമോളും ഭയങ്കര പിടിവലി. അപ്പം ഈ കറി വെച്ചിരിക്കുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും. അപ്പോൾ കുറച്ചങ്ങ് നിലത്തറയിൽ പോയി. ആണുങ്ങൾ മാത്രമല്ല, അവിടുത്തെ പെൺകുട്ടികളും കയ്യാങ്കളിയൊക്കെ ഉണ്ട്. അപ്പം ഇനി രണ്ടാഴ്ച പോലും തികച്ചില്ല, അപ്പം കയ്യാങ്കളിയൊക്കെ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ഇവരുടെ എല്ലാം ഭയങ്കര പിടിവിട്ട കേസാന്ന് തോന്നുന്നു എല്ലാവരും. കാരണം എങ്ങനെ
ആർക്കും ഇനി അങ്ങോട്ട് വയ്യ, എങ്ങനെയെങ്കിലും 100 ദിവസം കഴിയണം, കൈ കിട്ടുന്നതെല്ലാം കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും കപ്പ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പം ആർക്ക് കപ്പ കിട്ടുമെന്ന് അവർക്ക് തന്നെ അവർ തന്നെ ഗസ് ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. അനുമോള് പറയണേ ബാലൻസ് ചോറ് വന്നല്ലോ, എല്ലാവരും ചോറ് കഴിച്ചോണം. പുള്ളി എപ്പോഴും കമാൻഡാണ് അവിടെ. പുള്ളിക്കാർ മറന്നുപോയി എല്ലാവരും കൂടെ ഗെയിം കളിക്കുന്നവരാണ്, എല്ലാവരും ഒരുപോലാണെന്നൊക്കെ പലപ്പോഴും പുള്ളിക്കാർ മറന്നുപോകും. അപ്പം വാതിൽ പറയാൻ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇവിടെ വിചാരം. കാരണം ഒരു ശകല നേരം കൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്നിട്ടാണ്. അപ്പം ഈ പഞ്ച് ഡയലോഗാണ് ഈ ആദിലയൊക്കെ പറയുന്നത്. അത് എവിടെ നിന്നാണ് ഈ ഡയലോഗ് വരുന്നത്? സൂപ്പർ ഡയലോഗ് പറയും ആദില. ഷാനവാസും അനുമോളും ആദിലെ നൂറെ ആയിരുന്നല്ലോ ഒറ്റക്കെട്ട്. അപ്പം 2 ദിവസത്തിന് മുന്നെയാണ്, ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത്. ഇവര് 3 പേരോടെ ഇവര് 4 പേരോട് ഇരുന്നിട്ട് എന്താ നെഞ്ചത്ത് കൊണ്ട കാര്യവും. അപ്പം എല്ലാവരോടും പറയുന്ന അക്ക അത് വേറൊന്നും അല്ല, പാൽ കവറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അവസാനം പിന്നെ ഷാനവാസ് ഒന്നും വേണ്ടി ഷാനവാസ് മനസ്സിലായി ഇനി ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലായി. അപ്പം ഭയങ്കര കൂട്ടായിട്ടിരുന്നതാണ്, ഭയങ്കര കൂട്ടം. പക്ഷേ ഇച്ചിരി നേരം കൊണ്ട് ഷാനവാസും കാല് മാറി. ഷാനവാസ് പറ ചോറ് ചോദിച്ചു വരുന്നവർക്ക് ചോറല്ലേ കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് അവിടെ തോന്നിയത് അവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുപോലെ തോന്നി. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നതിന് വേണ്ടി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ പ്രശ്നത്തെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ചോറ് വിളമ്പുന്നു, പയറ് വിളമ്പുന്നു. അപ്പം അവിടെ ഒരു എന്താ പറയുന്ന ഒരു ദേഷ്യമൊന്നും അനു കാണിക്കേണ്ടതായ കാര്യമില്ലായിരുന്നു. ആരുമല്ല, അനു മാത്രമല്ല അതിലെയാണേലും. പക്ഷെ അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. അനീഷ് നന്മവരം, അനീഷ് പറയാണ് അപ്പം സാബുമാൻ്റെ കാര്യത്തിലാണല്ലോ വഴക്ക് തുടങ്ങിയത്. കാരണം സാബുമാന് കുറച്ച് കൊടുത്തു എന്നുള്ളതാണ്. സാബുമാൻ ചോദിക്കുന്നുണ്ട് കുറച്ചുകൂടെ തരാം, പക്ഷെ അനു അപ്പം വഴക്ക് പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്നാണ് തുടക്കം വഴക്കിൻ്റെ. അപ്പം അനീഷ് പറയുന്നു സാബുമാന് നല്ലതുപോലെ കറി ഉണ്ടായിരുന്നു. ചോടാ, അനീഷിനെ മാത്രം ഇവിടെ മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ട് അനു. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് എനിക്കറിയത്തില്ല, അത് അതിനകത്തൊന്നും പറയുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ എന്തൊരു അനുമോള് കിച്ചണിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്. അപ്പം എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇറങ്ങിപ്പോവുകയാണ് പറഞ്ഞ് അനുമോൾ അങ്ങ് പോയി. അപ്പോൾ ഉടനെ തന്നെ നെവിനെ കിച്ചണിലേക്ക് എടുത്തു. കഴിഞ്ഞ ആഴ്ച നെവിനായിരുന്നല്ലോ കിച്ചണിൽ, ഫ്ലോപ്പായി പോയി എല്ലാം. കിച്ചൺ മൊത്തമായിട്ട് കൊടുത്ത പുള്ളിക്കാരന് കുഴപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കൊടുത്തു. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. അനുമോള് പറയാണ് പാവ അനീഷാണ് എന്നെ സഹായിച്ചത്, അതിലൊന്നും ചെയ്തില്ല. എനിക്കറിയത്തില്ല അനീഷും അനുമോളും ഇപ്പം എന്താണെന്ന്. കുറച്ച് നേരത്തെ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് രസകരമായിരുന്നു, കാണാമായിരുന്നു ഇവരുടെ ഒരു കോമ്പിനേഷൻ. പക്ഷെ ഇപ്പോൾ കുറേ താമസിച്ചു പോയി. ഇനി രണ്ടാഴ്ച ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് അവരുടെ ഒരു ടൊമാഞ്ചേരി കളി ആരംഭിച്ചത്. അനു ആണെങ്കിൽ അത് അവിടെ പോയിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അനു അവിടുന്ന് കരഞ്ഞോട്ട് എഴുന്നേറ്റ് പോയിട്ട് അനു എപ്പോഴും ക്യാമറ ഉള്ളവിടത്ത് അനു നിൽക്കും. ആ പുള്ളിയുടെ സ്പേസ് ഉണ്ട്, അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അനീഷ് ഇങ്ങനെ വരുന്നുണ്ട്, എന്താ പോയിരുന്ന് കഴിക്കുക. അനു കുറേ കാര്യങ്ങൾ പറയുന്നു. ഞാനിങ്ങനെ വിളമ്പി കൊടുക്കുന്നു, ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പക്ഷെ എല്ലാവരും ഇങ്ങനെയാണ് ഒക്കെ പറയുന്നുണ്ട്, കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഊഞ്ഞാലിൽ 2 പേരും ഇരുന്നുകൊണ്ട് സംഭാഷിക്കുന്നതാണ്, അനുവും അനീഷും. അനു പറയുന്നത് ഫുഡ് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം. അതാണ് പുള്ളിയുടെ വാദം. കുക്ക് ചെയ്യാൻ അറിയാം, വിളമ്പാനും അറിയാം. അനു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യാറേ ഇല്ല. കാരണം പുള്ളി അവിടെ ഉണ്ടായിട്ട് വേണ്ട കുക്ക് ചെയ്യാൻ. പുള്ളിക്കാരി ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കല്ലേ, പുള്ളിക്കാരിക്ക് എവിടെ കുക്ക് ചെയ്യാൻ സമയം. എന്നെ കിച്ചണിൽ കയറ്റാറില്ല. അമ്മയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ കുക്ക് ചെയ്യും. പണക്കാറ്റ് എന്നുള്ള ടാസ്ക് വന്നത്. അപ്പോൾ അത് ഓരോ നമ്പർ എടുക്കുക, അതിൽ 5000 രൂപയാണ് ഓരോ കപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഓള് ഇങ്ങനെ ഉരുട്ടി ആ കപ്പിലിടുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അനു, ഷാനവാസ്, അക്ബർ അവർക്കാണ് 25,000 രൂപ കിട്ടിയത്. അനു ആദിലെ പിണക്ക് അതങ്ങ് രൂക്ഷമായി. അനുവിന് കുറച്ച് പൈസ കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ട് കൺഗ്രാജുലേഷൻ പറയാനായിട്ട് അതിൽ നിന്നപ്പോൾ അനു അടുക്കുന്നില്ല, ഭയങ്കര ദേഷ്യം. പിന്നെ അതിനെ ചൊല്ലി വഴക്ക്. ആദില പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഡയലോഗാണ് ആദില പറയുന്നത്, സൂപ്പർ ഡയലോഗ്. എന്താണുള്ളൊരിപ്പോൾ എനിക്ക് മനസ്സിലായി, അനുമോൾ പറയുന്നു. പിന്നെ അനുമോൾ പറയും ഇത്ര നാൾ എൻ്റെ കൂടെ നിന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അനുമോൾ ഓൾറെഡി സെലിബ്രിറ്റിയാണ്, കുറച്ച് ഫെയിമുണ്ട്, കുറച്ചെന്നല്ല ഫുള്ളി ഫെയിമുണ്ട്. എല്ലാ മലയാളികൾക്കും അനുമോളെ അറിയാം. അനുവിൻ്റെ കൂടെ നിന്നാൽ ഇവർക്കും അതിൻ്റെ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനുമോൾ അങ്ങനെ പറയുന്നത്. കേട്ടപ്പോൾ ആദിലേക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതിൽ പറയാതെ അതെന്താണെന്ന് എനിക്കറിയണം. അനുവിൻ്റെ ഫെയിം കണ്ടിട്ട്
എനിക്കെന്താണ് കിട്ടുന്നത് എനിക്കറിയണം. അതിലെ അങ്ങ് വിറയ്ക്കുക, തുള്ളിക്കൊണ്ട് എന്തൊക്കെയോ പറയുക. അതിൽ ദേഷ്യം വന്ന് ഭയങ്കര ദേഷ്യം. പിന്നെയും ആ ബാക്കി വന്ന ചോറിനെ കുറിച്ച് അക്ബർ പറയുക, കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നം ബാക്കി. കാരണം ഈ പ്രശ്നം അവിടെ ലാലേട്ടൻ്റെ മുന്നിൽ ഉന്നയിച്ചത് അനുവാണല്ലോ. വെസലിൻ്റെ കാര്യം പറയുമ്പോൾ അനുവാണ് ബാക്കി വന്ന ചോറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് അരിയിടാൻ അറിഞ്ഞുകൂടാന്നൊക്കെ അന്ന് അനുമോൾ ഇവരെ ബ്ലെയിം ചെയ്ത് പറഞ്ഞു. കാശിമേള ടാസ്ക് വന്നു. അത് 50,000 രൂപ. ഒരു പ്ലേറ്റ് പോലത്തെ ഇതിൽ ഹോളുകളുണ്ട്. ആ ഹോളിൽ വീഴാതെ ആ കപ്പിലിടുക എന്നുള്ളതാണ് ടാസ്ക്. അതിൽ അക്ബർ 20,000 രൂപ, സാബു 10,000, അനീഷ് 10,000, അങ്ങനെ എമൗണ്ട് കിട്ടി. വേറെ ആർക്കും എമൗണ്ട് കിട്ടിയില്ല. ഈ ഒരു എപ്പിസോഡ് ഇവരുടെ ഒരു വഴക്കായിരുന്നു. അത് ആദില, നൂറ, അനുമോൾ, ഷാനവാസ്, ഇത്രയും പേരുടെ വഴക്കായിരുന്നു. അതിനിടയ്ക്കൂടെ അനീഷ് വഴക്ക് സോൾവ് ചെയ്യാൻ പോകുന്നുണ്ട്. സാബുമാരെ ഇടയ്ക്ക് കുറച്ച് പറയുന്നുണ്ട്. അക്ബർ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ നെവിനാണ് ഒന്നും മിണ്ടിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇനിയിപ്പം നെവിൻ എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കും. അധികം ഒന്നും സാബുവിനോട് കുറേ ചൊറിഞ്ഞല്ലാതെ വേറൊന്നും നെവിൻ പറഞ്ഞില്ല. നെവിൻ എന്തോ വ്യക്തമായ സ്ട്രാറ്റജി ഉള്ളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആളല്ല. പിന്നെ ഈ മണി ടാസ്ക് ഒക്കെ നോക്കുന്നത് ചുമതല പുള്ളിക്കാണ്. അതുകൊണ്ട് കുറച്ച് ആക്റ്റീവാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചൊരു സൗണ്ട്. അപ്പോൾ അത് കുറച്ച് രസകരമാണ്. അനുമോൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല. അനുമോളുടെ വീട്ടിൽ കാണിക്കുന്നതാണ് ഇവിടെ വന്ന് കാണിക്കുന്നത് ആദില പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും പുള്ളി ഡ്യൂട്ടി ചെയ്തില്ലല്ലോ, ഈ ആഴ്ചയിലും പുള്ളി ഡ്യൂട്ടി ചെയ്യുന്നില്ല. അപ്പം അത് PR-ൻ്റെ പിൻബലത്തോടാണ്. അത് കാരണം അറിയാം, അനുമോൾക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും അനുമോൾ വിന്നറാകുന്ന അനുമോൾക്കറിയാം. അക്ബർ പറയും, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ ടീമിലേക്ക് അനുമോളെ ഇടേണ്ട ആവശ്യമില്ല. നൂറ പറയാണ്, എല്ലാവരുടെ പിടിച്ച് അനുമോളെ ജയിലിടുമ്പോൾ ഇരുന്ന് മോങ്ങരുത്. അപ്പൊ അക്ബറിന്റെ പാട്ട്, അക്ബറിന് എപ്പോഴും പാട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ പാപം ബിന്നിക്ക് കുത്തിത്തിരിപ്പിന്റെ റാണി എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ പിന്നെ എല്ലാവരും ആ ബിന്നി നമ്മൾ കുത്തിത്തിരിപ്പാണെന്നാണ് വിചാരിക്കുന്നത്. ബിന്നി എവിടെ നിന്ന് പറഞ്ഞാലും നമുക്ക് തോന്നുന്നത് പുള്ളി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ അക്ബർ ഒരു പാട്ടുണ്ടാക്കുകയാണ്. ബിഗ് ബോസിലെ റാണി, നാടക റാണി, എല്ലാം മുടിക്കാനായി ഓയൊരു റാണി. നിമിഷ കവിയാണ് അക്ബർ. അപ്പോഴാണ് അനു ഒരു കാര്യം പറയുന്നത്. അതെനിക്കും കേട്ടപ്പോൾ ഒരു വിഷമം. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. ഫൈനൽ 5-ൽ അഹങ്കാരം നീ കാണിക്കുന്നത് നൂറയോട് അനുമോൾ. അത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ആൾക്കാരെ അംഗീകരിക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നൂറ എന്ന് പറയുന്ന ആ ടാസ്കിലെല്ലാം ഒന്നാമതായിട്ട് വന്നൊരു ആളാണ്. ചില ടാസ്കിലേ ഉള്ളൂ ആര്യൻ ഒന്നാമതായിട്ട്. അത് ബാക്കിയുള്ള ടാസ്കിലെല്ലാം ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും നൂറയാണ് ഒന്നാമതെത്തിയത്. അപ്പം നമ്മളത് മാനിക്കണം. നമ്മൾ വെറുതെ അവർ നിസ്സാരമാക്കുക. കാരണം അതൊരു ഫിസിക്കൽ എഫേർട്ടാണ് എടുക്കുന്നത്. അപ്പം അത് നൂറയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ആ ഒരു പറച്ചിൽ. അപ്പം അവിടെ ഇരുന്നവരെല്ലാം പറയുന്നുണ്ട്, അക്ബർ പറയുന്നത് അവൾ ടാസ്ക് ജയിച്ചത് കൊണ്ടല്ലേ ഫൈനൽ 5-ൽ കയറിയത്. നിസ്സാര കാര്യമാണോ? അല്ലല്ലോ. ഫൈനൽ 5-ൽ ടാസ്കിലൂടെ കയറുക, ടാസ്ക് ചെയ്ത് ഫിസിക്കൽ ടാസ്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിനും ഒരു ടാസ്ക് ജയിച്ചിട്ടില്ല. ഏതോ ഒരു ടാസ്ക് എന്തോ ഈ ഇടയ്ക്ക് ഈ 2 ദിവസം ജയിച്ചെന്ന് തോന്നുന്നു, അല്ലാതെ ജയിച്ചിട്ടില്ല. പിന്നെ അനുമോൾ പറയാണ്, നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി നൂറയോട്. പിന്നെ ആദിലേക്ക് അത് തന്നെയാണ് വിഷമം. പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ PR സപ്പോർട്ട് കണ്ടിട്ടാണ് ഇത്രയും നാൾ കൂട്ടായിട്ട് നൂറയും ആദിലയും നിന്നതെന്നാണ് അനുമോളുടെ ഭാഷ്യം. അപ്പോഴാണ് നെവിൻ അവിടെ വാ തുറക്കുന്നത്. നെവിൻ പറയാണ്, നൂറ ഡിസേർവിങ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല കണ്ണുകടിയുണ്ട് അനുമോൾക്ക്, അക്ബർ പറയുന്നു. അപ്പോഴ് അക്ബർ പറയണ, അതാ ഡിങ്കൻ വരുന്നു രക്ഷപ്പെടുത്താൻ. ഒത്തിരി ചിരിച്ചത് കേട്ടപ്പോഴത്തേന്. ഷാനവാസം ദേഷ്യപ്പെടുന്നു പാത്രം കഴുകാത്തത് കൊണ്ട്. അതില് പിന്നെ പറയുന്നു, നിന്റെ തനി കൊണം കാണാൻ കഴിഞ്ഞു, നിന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ ഡയലോഗ്സ്. റെസ്പെക്ട് തന്നാൽ അത് തിരിച്ചു കൊടുക്കും ആദില. നിന്റെ അടിമകളാവുന്ന ഫ്രണ്ട്സ് ആണോ നിനക്കുള്ളത്? ആദില ചോദിക്കുകയാണ്. നീ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫ്രണ്ട്സ് ആയിരിക്കും നിനക്കുള്ളത്, ആദില പിന്നെയും പറയുന്നു. ജെനുവിനായിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം, പിന്നെ ആദില പറയണം. അനു നിന്നെ നാട്ടുകാരുടെ മുന്നിൽ മനസ്സിലാക്കിക്കണോ? ആദില. അപ്പം എനിക്ക് തോന്നി അനു കൂട്ടായിരുന്നപ്പം കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കാണും, അനു ചെയ്ത കാര്യങ്ങൾ എന്തോ എനിക്കറിയത്തില്ല. അപ്പം അത് 2-3 പ്രാവശ്യം ആദില അങ്ങനെ ചോദിക്കുന്നു, നിന്നെ നാട്ടുകാരുടെ മുന്നിൽ മനസ്സിലാക്കണോ?
എന്നവരെ മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അക്ബർ പറയുകയാണ് സ്ക്രീൻ സ്പേസ് കൂട്ടുകയാണ് അനു. ആ സമയത്ത് പതിവ് പോലെ അനു ഇരിക്കുന്ന ഒരു ക്യാമറ ഉള്ളൊരു സ്ഥലത്തൊരു ഒരു വെളിയിലൊരു മൂല അനുവിൻ്റെ ഒരു സ്പേസാണ്. അത് എപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും കരയാൻ വന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ അനീഷ് വരുന്നു. അപ്പം അനു എവിടെ പ്രശ്നമായിട്ടിരുന്നാലും എവിടെയെങ്കിലും ഇരുന്നാലും ഉടനെ അവിടെയൊക്കെ അനീഷ് വരും. അപ്പം അനീഷ് പറയാണ് എന്താ പറയാനുള്ളത്. അപ്പം എനിക്കൊന്ന് അനീഷിനെ വിളിച്ചെന്ന് തോന്നുന്നു, എന്താ പറയാനുള്ളത്. അപ്പം പിന്നെ പാത്രം കഴുകുന്ന കാര്യവും ആദിലയോടും നൂറയോടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അനുവിന് പേടി, കാരണം ഇതൊക്കെ വിളിച്ച് പറയുമോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അനു പറയുന്ന പ്രേക്ഷകരോട് പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ട്, എന്തുവാണെന്നോ പ്രേക്ഷകരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പേര് അത് പോകുന്നുള്ള പേടി, അതുപോലെ ജീവിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അനുവും അനീഷും കൂടെ എന്തൊക്കെ കോൺവെർസേഷൻ നടക്കുന്നു, അനു കരയുന്നുണ്ട്. പിന്നെയും ആദിലെ നൂറയും പ്രശ്നമാണ്. പിന്നെയും അത് അനു പറഞ്ഞ കാര്യത്തിലോട്ട് വരികയാണ്. ഫെയിമിന് വേണ്ടിയാണ് നമ്മൾ കൂട്ടുകൂടിയെന്നാണ് അനു പറയുന്നത്. അപ്പം അത് അനു പറഞ്ഞ ഭയങ്കര വിഷമം. അതിൽ നല്ലതുപോലെ കരയുന്നുണ്ട്. നൂറ കുറച്ച് കരയുന്നത് മാത്രം. ഫ്രണ്ട്സിൻ്റെ വാല്യൂ അറിയത്തില്ല അനുവിന്, നൂറ പറയുന്നു. പട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ വെച്ച് തുടങ്ങി നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്ന് അതിൽ പറയുന്നു. എന്നൊരു ഫ്രണ്ട്ഷിപ്പ്. അപ്പം പിന്നെ അതിൽ പറയാം നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ നമ്മളോട് കൂട്ടുകൂടാൻ അതില. പിന്നെ കാശിമേള വന്നു, ടാസ്ക്. അത് ഒരു 50,000 രൂപയുടെയാണ്. അത് ഈ ഉത്സവത്തിനൊക്കെ നമ്മൾ കാണത്തില്ല, ഇങ്ങനെ റിങ് എറിഞ്ഞ് വീഴുന്ന, റിങ് എറിയുമ്പോൾ പൗഡറിൻ്റെ മോളിൽ വീഴും, അങ്ങനെ നമ്മൾ ചെയ്തില്ലേ ഉത്സവത്തിനൊക്കെ കളിക്കുന്നത്, അതുപോലത്തെ ഒരു കളി. അപ്പം അതിൽ 10,000 രൂപയാണ് ഒരു റിങ് എറിയുമ്പം കിട്ടുന്നത്. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പിണങ്ങി, എല്ലാവരോടും പിണങ്ങി കഴിക്കാതെ കിടക്കുന്നു. അവിടെയും അനീഷ് ചെല്ലുന്നു. അനീഷിൻ്റെ ഒരു കാര്യം, അനീഷ് എപ്പോഴും അങ്ങ് നന്മവരം കളിക്കും. അനീഷ് എന്ന് വായോ കഴിക്കാൻ വാ, ചപ്പാത്തി എടുത്ത് വെച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ചപ്പാത്തി അപ്പം അനു പറഞ്ഞു എനിക്ക് വേണ്ട ചേട്ടാ, എനിക്ക് വേണ്ട ചേട്ടാ. അപ്പം അനീഷ് പറഞ്ഞില്ല, ഒരു ചപ്പാത്തി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു വിശക്കുമ്പോൾ ഒരു ചപ്പാത്തി കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മളിത് കാണുമ്പോഴത്തേന് അയ്യോ അനീഷ് എന്താ ഇങ്ങനെ പറയുന്നത്, ഒരു എന്തൊക്കെയോ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഒരു ചപ്പാത്തി മാറ്റി വെച്ച് വിശക്കം എഴുന്നേറ്റ് ഒരു ചപ്പാത്തി കഴിക്കുക, പിന്നെ കുറേ വിശക്കം വരണ്ടി, അങ്ങനെ എന്തൊക്കെയോ പുള്ളിക്കാരൻ പറയുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് രണ്ടുപേരും ആക്ടിങ് ചെയ്യും പോലാണ്. രണ്ടുപേർക്കും അറിയാം ഈ ക്യാമറ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് രണ്ടുപേർക്കും അറിയാം. അപ്പം അവർ ആക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. നൂറ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അവിടുത്തെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ അനു കിച്ചണിൽ നിന്ന് ക്വിറ്റ് ചെയ്ത കാര്യം, ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ വെസലിലോട്ടിട്ടപ്പം പാത്രം കഴുകാത്ത കാര്യം. അപ്പം അനീഷ് പിന്നെയും എഴുന്നേക്കുന്നു. അനീഷ് ഈ അനുവിൻ്റെ കാര്യം വരുമ്പം എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കേൾക്കാമോ? അപ്പം അനീഷ് ഉടനെ എഴുന്നേറ്റ് പറയുകയാണ്, അനു ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം, എത്ര തെറ്റുകൾ ചെയ്തെന്ന് എനിക്കറിയണം. അതേ തെറ്റ് ഇപ്പോഴത്തെ നിലവിലുള്ള ക്യാപ്റ്റൻ നൂറ ചെയ്തിട്ടുണ്ടോ, ഇവിടെയുള്ള മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ എനിക്കങ്ങ് ചിരി വരുവാണ്. ഈ അനീഷിന് എന്താ, അനീഷ് ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അത് അറിയാതെ പറയുന്നതാണോ, ഇങ്ങനെയാണോ അനീഷ്? എനിക്കറിയത്തില്ല. ഇന്നലെയൊക്കെ നമ്മൾ വേറൊരു അനീഷിനെ കണ്ടു, കഴിഞ്ഞ ആഴ്ച നമ്മൾ വേറൊരു സ്വഭാവത്തിലുള്ള അനീഷിനെ. അപ്പൊ ഈ അനീഷിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. അപ്പൊ അവിടെ എല്ലാവരുടെ വഴക്കുണ്ടാവുക. അപ്പൊ അത് ഈ കളിച്ചപ്പം കിട്ടിയ കുറെ സാധനങ്ങളുണ്ട്, ചിലവർക്ക് പൗഡർ, ചിലവർക്ക് അങ്ങനെ കുറെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സാധനം നൂറ കൊടുക്കുവാണ്. അനു എന്ത് ചെയ്യുന്നറിയാം, ഈ മീറ്റിംഗ് ക്വിറ്റ് ചെയ്തിട്ട് അനു പോയി. അപ്പം അനുവിന് കൊടുത്തില്ല. അപ്പം നൂറ പറയുകയാണ് അനീഷിന്റെ കൊണ്ടു കൊടുത്തത്, ഇത് അനുവിന്റെ കൊടുക്ക്. അപ്പൊ അനീഷ് അതെന്താ എന്റെ തരുന്നത്, ക്യാപ്റ്റനല്ലേ കൊണ്ടു കൊടുക്കേണ്ടത്. ആദില പറഞ്ഞു അത് അനുവിന്റെ PA അല്ലേ, അനുവിന് വേണ്ടി ഇത്ര നേരം സംസാരിച്ചത് അനീഷ് ചേട്ടനല്ലേ, അതുകൊണ്ട് അനീഷ് ചേട്ടൻ തന്നെ കൊടുത്താൽ മതി. മീറ്റിംഗ് തുടക്കത്തില് അനുമോൾ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വിളമ്പി കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നത് അത്യാഗ്രഹമാണ്. അപ്പൊ അത് വല്ലപ്പോ അവിടെ ഇരുന്ന മറ്റെല്ലാ കണ്ടസ്റ്റന്റുകളും ഭയങ്കര വഴക്ക്. അപ്പൊ നൂറയ്ക്ക് ഭയങ്കര ദേഷ്യം. നൂറ പറയുന്നത് ക്യാപ്റ്റൻ ഡെമ്മിയാണോ? അപ്പൊ അനീഷിനോട് നൂറ പറയുന്നത് വാ പൂട്ടി അവിടെ ഇരിക്ക്, അടങ്ങ അവിടെ. ആദില അനുവിനെ കള്ളിന്നും നുണച്ചീന്നും എന്തൊക്കെയോ പേരുകൾ വിളിക്കുക. ഇന്നലെ വരെ ഒരു ഭയങ്കര കൂട്ടായിരുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് പെട്ടെന്ന് മലക്കം പറഞ്ഞതാണ്, ഭയങ്കരമായിട്ട് പേരുകൾ വിളിക്കുന്നു. അപ്പൊ അക്ബർ പറയുന്നത് പബ്ലിക്കിൽ കെയർ മെന്റാലിറ്റി ഉണ്ടെന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും ഒരു സന്തോഷം തോന്നിയ എപ്പിസോഡാണ്. കാരണം
എല്ലാവരും കണ്ടസ്റ്റന്റുകളെല്ലാം ചിരിക്കുക, തമാശ പറയുക, ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അവർ ഗെയിമായിട്ട് തന്നെ എടുത്ത് കളിച്ച് നല്ലതായിരുന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് വന്ന ടൈമിൽ പിന്നെയും പഴയതുപോലെ തന്നെ വഴക്ക് അത് ചെറിയ കാര്യങ്ങൾക്ക് വിളമ്പുന്ന വഴക്ക്, കറി വഴക്ക്, തോരൻ വഴക്ക്, ആ വഴക്ക്, ഈ വഴക്ക്. അപ്പം ഇന്ന് ആകെപ്പാടെ കലുഷിതമായിരുന്നു. പിന്നെ ഇന്ന് ആദ്യയുടെ കുറേ 5 ഡയലോഗ്സ് കേട്ടു. അപ്പം അതിലേക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമായിരുന്നു. അതിൽ നല്ലോട്ട് സംസാരിക്കും കേട്ടോ, നിന്ന് സംസാരിച്ചിട്ട് പോകും. നൂറ കുറച്ച് ഇമോഷനാകും സംസാരിക്കും. പക്ഷെ ആദില കറക്റ്റായിട്ട് നിന്ന് സംസാരിച്ചിട്ട് പോകും. അതൊരു വലിയ കഴിവ് തന്നെ. അപ്പം പിന്നെയും അനുമോൾ ആ ഫസ്റ്റ് തുടക്കത്തിലില്ലേ, അനുമോളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ കരച്ച സ്ട്രാറ്റജിയിലേക്ക് അനുമോൾ വീണ്ടും വന്നു. കുറച്ച് നാളായി അനു കരഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടൊന്നും അധികം കരഞ്ഞില്ല. പക്ഷെ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഇതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ വിശേഷം. അപ്പോൾ വഴക്കായിരുന്നു. അപ്പം നമുക്ക് കാത്തിരിക്കാം ആരാ വിന്നറാകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു വിന്നറാവണമല്ലോ ആരെങ്കിലും. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. ആര് വിന്നറായാലും ആ വിന്നറാകുന്നവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.